ലക്ഷങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു ആഘോഷം, കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രോത്സവം അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി അത്ര കണ്ട് അലങ്കോലമാക്കിയത് ഗൗരവമേറിയതാണെന്നും DGP അന്വേഷിക്കുമെന്നും കേരളത്തോട് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേറ്റത്തെ വ്യാജ വർത്താനമാണെന്നും അധർമ്മപ്പണിയിൽ അന്വേഷണം പോയിട്ടൊരു പരിശോധനയും ഉണ്ടായിട്ടില്ല എന്നും നാടിന് ബോധ്യപ്പെടുന്ന വാർത്താ ദിനങ്ങളാണ്. അതൊക്കെ ചെറിയ ആരോപണങ്ങളാണോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 11-ാം മണിക്കൂറിൽ പൂരം കലക്കി ഹിന്ദു വികാരം അസ്വസ്ഥമാക്കി സംഘപരിവാരത്തിന് വോട്ട് വാരിക്കൊടുക്കുന്ന വൃത്തികെട്ട വെറുപ്പിന്റെ പണി കാക്കിക്കൂട്ടം ചെയ്തുവെന്ന സംശയം പ്രതിപക്ഷത്തിന് മാത്രമല്ല അധികാരപക്ഷത്തെ CPIക്കാണ്, സ്ഥാനാർത്ഥി സുനിൽകുമാറിനാണ്. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഏതേതോ തുരങ്കപ്പണികൾക്ക് കേസുകൾ കുഴിവെട്ടി മൂടാൻ BJP CPM അന്തർധാര എന്ന ആരോപണം ജയരാജന്റെ ഫ്ളാറ്റിൽ പോയി ജാവദേക്കറിന്റെ ചായകുടി സമയത്ത് തന്നെ പറഞ്ഞതാണ് പ്രതിപക്ഷം. പിന്നാലെ ഉണ്ടായ ആ കലക്കൽ അന്വേഷണം സ്ഥാനാർത്ഥിയെ പോലും മണ്ടനാക്കി അട്ടിമറിക്കപ്പെട്ടെങ്കിൽ അതിന്റെ രാഷ്ട്രീയാർത്ഥം മനസ്സിലാക്കാതിരിക്കാനും മാത്രം അരാഷ്ട്രീയ മണ്ടൻകൂട്ടമല്ല മലയാളി. ആചാരങ്ങൾ അട്ടിമറിച്ച് ആനപ്പാപ്പാന്റെ വരെ നെഞ്ചത്ത് കയറി കാക്കിവെറുക്കി തിരക്കഥയുണ്ടാക്കി എന്ന ആരോപണമുള്ള ADGP RSS മേലാളന്മാരെ തലയിൽ മുണ്ടിട്ട് പോയി കണ്ട കഥ നാട്ടിൽ പാട്ടായിട്ടും ഉഗ്രപ്രതാപത്തിൽ അയാൾ വഴുതക്കാട് വാഴുന്നെങ്കിൽ പ്രതിപക്ഷം മാത്രമല്ല പാർട്ടിക്കാർ പോലും ചോദിക്കുന്നു, ഇങ്ങനെ അങ്ങ് ചേർത്ത് കെട്ടിപ്പിടിക്കാൻ ചെങ്കൊടി പാർട്ടിയുടെ PB അംഗമേ പിണറായി വ്യഗ്രത എന്തിനാണ്? മുഖ്യമന്ത്രി പേടി എന്താണ്? നാടിന്റെ ക്രമസമാധാന ചുമതലക്കാരൻ അധോലോകമാണെന്ന് അൻവർ പറഞ്ഞിട്ടും ഒരു യൂട്യൂബർ നീട്ടിയെറിഞ്ഞ കോടികൾ എച്ചിൽ പണം അണ്ണാക്കിൽ തള്ളി കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണമായിട്ടും അവധി വെട്ടിച്ചുരുക്കി ഏമാൻ വെല്ലുവിളിക്കലാണെങ്കിൽ അത് സൂപ്പർ CMന്റെ കൈപ്പിടിയല്ല, പാറ പോലെ സാക്ഷാൽ വിജയന്റെ പിന്തുണ. പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും ഊഴം വെച്ച് RSS കൂടിക്കാഴ്ച ഒരു പ്രശ്നമല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് RSS വിരുദ്ധ ഗിരിപ്രഭാഷണങ്ങൾ രക്തസാക്ഷി മുദ്രാവാക്യങ്ങൾ കേട്ട് തൊലിക്കെട്ടി ഭീതിയിൽ കാണ്ടാമൃഗങ്ങൾ ഷോക്കടിച്ച് നിൽപ്പാണ്. മാധ്യമങ്ങളെ തെറിവിൽക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ധരിച്ചൊരു രോഷക്കാരൻ നേതാവുണ്ടല്ലോ. ആ സത്യാനന്തര കോളാമ്പി എടുത്തു വെച്ച് RSSന്റെ രണ്ടാമനൊപ്പം കാവിക്കൂടാരം കൊണ്ട് ഏമാനെ ചവിട്ടിപ്പുറത്താക്ക് മുഖ്യമന്ത്രി എന്ന രണ്ട് വാക്ക് പേടിയില്ലാതെ പറയാൻ ധൈര്യമുണ്ടോ സഖാവേ സ്വരാജേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ VS സുനിൽകുമാർ, ശ്രീ PK ഫിറോസ്, BN ഹസ്കർ, ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ VS സുനിൽകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ VS സുനിൽകുമാർ, മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗുരുതരമാണത്, അത്രത്തോളം ഗൗരവമേറിയതാണ്. അത് അന്വേഷിക്കും, ഒറ്റയാഴ്ച കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് വരും, DGP കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവത്തിൽ മുഖ്യമന്ത്രി മുഖവിലക്കെടുത്തു എന്ന് നമുക്ക് തോന്നിയ വാർത്താ സമ്മേളനം കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 21-ന്. ഇതാ ഇന്ന് മാസം 5 ആവുകയാണ്. ശ്രീ VS സുനിൽകുമാർ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഈ 5 മാസങ്ങളിൽ റിപ്പോർട്ട് ഉണ്ടായില്ല എന്ന് പറയുന്നത് ആ വസ്തുതയെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? അത് വളരെ സീരിയസ് ആയിട്ട് വിഷയമാണ്. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലപ്പെട്ട വിഷയം വളരെ വലിയ വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചത്. അത് എൻ്റെ ഓർമ്മ ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കുമെന്ന് അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ പറയും, പോലീസ് കമ്മീഷണർക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുകയും അതിനുശേഷം തിരുവമ്പാടി, പാറമേക്കാവ്, അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികളെ പോലീസ് തന്നെ വിളിപ്പിച്ച് മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് വരെ നമുക്കെല്ലാവർക്കും അറിയാം. അത് നിങ്ങൾക്ക് മീഡിയസിന് അറിയാം, എനിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വരാതിരുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് ഞാൻ നൽകുകയുണ്ടായി. അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഒരു പത്രമാധ്യമം നൽകിയിട്ടുള്ള വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിന്മേൽ ഇങ്ങനെ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന് പോലീസ് മേധാവിയുടെ ഓഫീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമായൊരു കാര്യമാണെന്ന് മാത്രമല്ല അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, അന്വേഷണം നടന്നിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കെ ഗവൺമെൻറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു മറുപടി സുനിൽകുമാർ, ഇത് പോലീസ് ആസ്ഥാനം പറയുന്നതാണ്, പറയേണ്ടത് സർക്കാർ തന്നെയാണ്. ശ്രീ സുനിൽകുമാർ, ഇത് പോലീസ് ആസ്ഥാനം പറയലാണ് അങ്ങനെ ഒരു അന്വേഷണത്തെ പറ്റി ഞങ്ങൾക്ക് അറിവില്ല. തൃശ്ശൂർ പോലീസ് ചോദിക്കുമ്പോൾ അങ്ങനെ അന്വേഷണം അവിടെ നടന്നിട്ടില്ല. അപ്പോൾ അന്വേഷണം നടന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണേ. ഇത്രത്തോളം ഗുരുതരാരോപണം ഉണ്ടായി, തെരഞ്ഞെടുപ്പ് ദിവസവും ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ വിജയത്തിന് ശേഷവും വളരെ സജീവമായി ആ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് PV അൻവർ പിന്നെയും പറയുമ്പോഴാണല്ലോ സാർ ഇത് പിന്നെയും പൊങ്ങി വരുന്നത്. താങ്കൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ താങ്കൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് എന്തായിരുന്നു? എന്താണ് ഇത് കോടതിയിലുണ്ട് എന്ന പ്രതീക്ഷ താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചോ ഇക്കൂട്ടം ശ്രീ സുനിൽകുമാർ?
അല്ല, എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പാടില്ല. കാരണം അങ്ങനെ അങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നത് നമ്മളെ ഇത് ആളുകളെ വിഡ്ഢികളാക്കുന്ന പോലൊരു പരിപാടിയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഭാഗത്തു നിന്നും അതിന് തക്കതായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കി പറ്റും. കാരണം നമ്മളെല്ലാം ജനങ്ങളും ഗവൺമെൻറ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. തൃശ്ശൂർ പൂരത്തിനുണ്ടായിട്ടുള്ള ഈ ഒരു ഗുരുതരമായ സാഹചര്യം അന്നത്തെ ഇപ്പോൾ പോലീസിന് വേണമെങ്കിൽ അന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. പല രീതിയിലുള്ള പരിശോധന നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഉണ്ടായിട്ടുണ്ട്. എന്താണ്, ദേവസ്വം ബോർഡുകളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മൊഴിയെടുത്തിട്ടുണ്ട്, കാരണം തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. അത് ചില ഉയർന്ന പോലീസ് ഓഫീസർമാർ വന്ന് IG ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ ഓഫീസിൽ പോയിട്ടോ ഒക്കെ ഇതിനെ തെളിവെടുപ്പ് നടത്തിയിട്ട്. അപ്പോൾ തെളിവെടുപ്പ് എന്തിനു വേണ്ടി നടത്തിയതാണ്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പോൾ ഈ റിപ്പോർട്ട് ചില ആളുകൾക്ക് പുറത്തു വരണം താല്പര്യമില്ല. എന്താ കാരണം? ഇപ്പോൾ കഴിഞ്ഞ ഈ പൂരത്തുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയിട്ടുള്ള ഒരു കൂട്ടർ NDA സ്ഥാനാർത്ഥിയും അന്നത്തെ BJP നേതൃത്വമൊക്കെ പോലീസിനെയും അതുവഴി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഒക്കെ കടന്നാക്രമിക്കുകയുണ്ടായി. അന്ന് പറഞ്ഞ കാര്യം എന്തായിരുന്നു? പൂരത്തിൻ്റെ വിശ്വാസികളുടെ പൂരത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് അല്ലേ? അങ്ങനെ പറഞ്ഞല്ലോ, നാട്ടിൽ പ്രചരിപ്പിച്ചല്ലോ. അത് വിശ്വസിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. എന്നാൽ ആ പൂരവുമായി ബന്ധപ്പെട്ട് പൂരത്തിൻ്റെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച ആളെന്ന് ഇവിടുത്തെ എല്ലാ ദേവസ്വങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസ് കമ്മീഷണറെ മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു? NDA സ്ഥാനാർത്ഥി ജയിച്ചു വന്ന ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഇദ്ദേഹത്തെ മാറ്റേണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? എന്തിനാണ്? പോലീസ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ ഈ പോലീസ് കമ്മീഷണർക്കെതിരെയും അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നതാണല്ലോ. അപ്പോൾ പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ കേസ് കൊടുത്ത ആൾക്കാർക്കും ബാധ്യതയുണ്ടല്ലോ. അവരാരും ഇപ്പോൾ അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ പൂരം കലക്കിയാൽ വോട്ട് കിട്ടും എന്ന് വിചാരിക്കുന്ന ആരാണ്? ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയല്ല. ഇനി പൂരം കലക്കിയാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചാലും വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ പൂരം കലക്കിയാൽ വോട്ട് കിട്ടി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ BJP. അല്ല സുനിൽകുമാർ, ഇപ്പോൾ താങ്കൾ പൂരം കലക്കുന്നതിനെ പറ്റി ആലോചിക്കില്ല എന്ന് താങ്കളെ വ്യക്തിപരമായി അറിയാവുന്ന എനിക്കറിയാം. കാര്യം താങ്കൾ അതിൻ്റെ എത്രയോ വർഷങ്ങളായി അതിൻ്റെ സംഘടന നിൽക്കുന്ന ആളാണ്. തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ എല്ലാ തൃശ്ശൂർക്കാരെയും പോലെ താങ്കളുടെ സിരകളിൽ പൂരാവേശം അലിഞ്ഞു ചേർന്നിട്ടുള്ള അതിനെ ഏതെങ്കിലും രാഷ്ട്രീയമായോ തെരഞ്ഞെടുപ്പുമായോ ബന്ധിപ്പിക്കാതെ അതിൻ്റെ വിശുദ്ധിയിൽ കാണുന്ന ആളാണെന്ന് എനിക്കറിയാം. മാത്രമല്ല ഈ പറയപ്പെടുന്ന ദിവസം മൂലസ്ഥാനത്ത് താങ്കൾ ഒരു മുണ്ടും മടക്കി കുത്തി സഖാക്കൾക്കൊപ്പം അങ്ങോട്ടേക്ക് പോയതും അവിടെ പ്രശ്നപരിഹാരം നടത്തിയ ശ്രമങ്ങളും അതിലൊരു ഭാഗം അങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കാതിരുന്ന കാര്യം നമുക്ക് നേരിട്ടറിയാവുന്ന ആൾ കൂടിയാണ്. ശ്രീ VS സുനിൽകുമാർ, താങ്കളടക്കം പൂരം കലക്കികളാണ് എന്നുള്ള ആരോപണം ഉയർന്ന രാഷ്ട്രീയ ദിവസങ്ങൾ കൂടി ഉണ്ടായി. സുനിൽകുമാർ, അന്ന് അവിടുത്തെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ലോക്സഭ ഇലക്ഷൻ നടക്കുകയായിരുന്നു. ആ ലോക്സഭ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കാലഘട്ടത്തിൽ ആ പൂരത്തോടൊപ്പം നിന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഞാൻ. പക്ഷേ സ്ഥാനാർത്ഥിയായിപ്പോയി എന്ന പേരിൽ ആ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും എല്ലാം പൂരത്തെ കലക്കുന്നവരായി ചിത്രീകരിക്കപ്പെടുകയുണ്ടായി. മാത്രമല്ല ചില ആളുകൾ പൂരത്തിൻ്റെ സംരക്ഷകരായി രംഗത്ത് വന്നു. NDA സ്ഥാനാർത്ഥി പൂരത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള ആളായിട്ട് ചിത്രീകരിക്കപ്പെടുകയും അതിൻ്റെ പേരിലൊരു ഇവിടെ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ തൃശ്ശൂർ പൂരം പോലെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു ഉത്സവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അട്ടിമറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ഞാൻ തോറ്റു എന്നതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ അതിൽ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് ഇവിടുത്തെ തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ആ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഇനി ഭാവിയിൽ പൂരം അത്തരത്തിലാകാൻ പാടില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള പോരാട്ടത്തിനും ഞാൻ തയ്യാറാവും.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇതിൽ മറുപടി പറയണം. ഇപ്പോൾ വിവരാവകാശം വെച്ചൊരു മാധ്യമ പ്രവർത്തനം നൽകിയിട്ടുള്ള ഒരു അപേക്ഷയിന്മേൽ വന്നിട്ടുള്ള മറുപടിയാണ്. ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനിപ്പോൾ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ വിവരം വരുമോയെന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ശരി, താങ്ക് യു CBS സുനിൽകുമാർ. പി കെ ഫിറോസ്, അടുത്ത് ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം അത് സുനിൽകുമാറിന് തന്നെ ചോദിക്കേണ്ടതാണ്. എങ്കിൽ കൂടിയും ഒരു സൗഹൃദം വെച്ച് എനിക്കത് ചോദിക്കാൻ കഴിയുന്നില്ല. പി കെ ഫിറോസ്, ഇപ്പോൾ ഇവിടെ സംസാരിച്ച ശ്രീ VS സുനിൽകുമാർ മുൻ മന്ത്രിയാണ്, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുൻ മന്ത്രിയാണ്, ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവാണ്, CPIയിലെ ടോപ്പ് 5 നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഉണ്ടാകുന്ന ഒരാളാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ ചലഞ്ചിങ് ആയ അവിടെ സ്ഥാനാർത്ഥിയായി ഒന്ന് പോരാടിയ ആളാണ്. അങ്ങനെ ഒരു മനുഷ്യന് ഈ സർക്കാരിൽ നിന്നൊരു വിവരം കിട്ടണമെങ്കിൽ RTA കൊടുക്കണം, വിവരാവകാശ രേഖ കൊടുത്താലേ കിട്ടൂ എന്ന് പറയുന്നത് എന്തൊരു വലിയ ഗതികേടാണ് PK ഫിറോസ്. തീർച്ചയായിട്ടും ആശ്മി, ഒന്ന് ഞാൻ ഏറെ ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് സുനിൽകുമാർ. രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇപ്പോഴെങ്കിലും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മറുപടി നൽകണം എന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡ് എടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ നൽകുകയാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പോരാട്ടം, പൂരം കലക്കിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് UDF വളരെ വ്യക്തമായി ഉന്നയിച്ചൊരു കാര്യമായിരുന്നു, തൃശ്ശൂർ BJPക്ക് നൽകാൻ വേണ്ടിയുള്ളൊരു ശ്രമം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് മാധ്യമങ്ങളും പിന്നെ അതുപോലെ തന്നെ ജനങ്ങളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഇത് പലപ്പോഴും UDFും LDFും ഒക്കെ പരസ്പരം ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് എന്നായിരുന്നു. എന്നാൽ തൃശ്ശൂർ പൂരം കലക്കിയപ്പോഴും അക്കാര്യം വളരെ ശക്തമായി ഉന്നയിച്ചപ്പോഴും ഒരു പരിധിവരെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA അക്കാര്യം തുറന്നു പറയുന്നു. ഇപ്പോൾ അവിടെ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില സംശയങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഇപ്പോൾ പൂരം കലക്കിയ സമയത്ത് അല്ലെങ്കിൽ പൂരം കലക്കിയതാണ് എന്ന ആക്ഷേപം ഉയർന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന് പറയുന്നു. പോലീസ് വന്ന് ദേവസ്വം ബോർഡിലെ ചില ആളുകളുമായി പിന്നെ മൊഴിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തൽക്കാലം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി CPI അടക്കമുള്ള ആളുകളെ തൽക്കാലം ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോലീസ് ചില സ്റ്റെപ്സുകൾ അവിടെ എടുക്കുന്നു. എന്നാൽ അത് ഗൗരവമായി ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന ഒരു വിവരാവകാശ പ്രകാരം RTA പ്രകാരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മറുപടി നൽകുന്നു. സത്യത്തിൽ ഇവർ ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിച്ചത്? ഇവർ വഞ്ചിക്കാൻ ശ്രമിച്ചത് UDFനെ അല്ല, ഇവർ വഞ്ചിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങളെ അല്ല, പാർട്ടി പ്രവർത്തകരെയാണ്. ഈ സുനിൽകുമാറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇടതുപക്ഷത്തിലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെയാണ് ഇവർ വഞ്ചിച്ചത്. ആ വഞ്ചനയിൽ ഒരു കുറ്റബോധവും തോന്നാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നു എന്ന ആക്ഷേപം വെറുതെ ആയിരുന്നില്ല. കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരികയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ അതിന് ഇടപെടുകയും ചെയ്തിട്ടും അതിന് തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതേക്കുറിച്ച് നമ്മൾ പിന്നെ ഒന്നും കേൾക്കുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വളരെ കൃത്യമാണ് ഇത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു തെറ്റായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പൂരം കലക്കിയതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പൂരം കലക്കുക മാത്രമല്ല, പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണം കലക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് തുറന്നു പറയാൻ ആദരണീയനായ സുനിൽകുമാറിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും, പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. ശരി, ഞാൻ ഇവിടെ ഞാൻ പൂരം റിപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ. ഒരു ആനപ്പാപ്പാൻ, ഒരു പാമ്പ് പിടിച്ചവൻ ആനയ്ക്ക് പട്ടയായിട്ട് വരുന്നു. ഈ അങ്കിത്ത അശോകൻ എന്ന് പറഞ്ഞ അയാൾക്ക് നേരെ ചാടുകയാണ്, എടുത്തോണ്ട് പോടാതിൻ്റെ പട്ട എന്ന് ആക്രോശിക്കുകയാണ്. അടിമുടി ഉപദ്രവം കാണിക്കുകയാണ് അവിടെ, അടിമുടി ആരാധകരെ വെറുപ്പിക്കുകയാണ്. എപ്പോൾ മുതൽ? രാവിലെ മുതൽ. അതങ്ങനെ മൂത്ത് വന്ന് രാത്രി. ഇപ്പോൾ സാധാരണഗതിയിൽ പൂരത്തിൽ അത്തരം തർക്കങ്ങൾ സ്വാഭാവികമാണെന്ന് പറയുമ്പോൾ പോലും ആചാരങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. അവിടെ മേളപ്പന്തല്ലേ ലൈറ്റ് ഓഫ് ആക്കപ്പെടുന്നു, അവിടെ മേളം നിർത്തിവെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അവിടെ വെടിക്കെട്ട് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ അസാധാരണമായി ഈ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയമുണ്ടെന്ന് അപ്പോഴും ഇപ്പോഴും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ അങ്കിത്ത് അശോകനെ മാറ്റണമെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ മാറ്റുമെന്ന് പറഞ്ഞു. മാറ്റിയോ? പിന്നീട് മാധ്യമങ്ങൾ ചോദ്യം ഉയർത്തപ്പോൾ നാളുകൾക്ക് ശേഷം അങ്കിത്ത് അശോകനെ മാറ്റിയിട്ട് മാസമൊന്നാകും മുമ്പ് അയാൾക്ക് അടുത്ത അപ്പോയിൻമെന്റ് കൊടുത്തു. ശ്രീ BN അസ്കർ, ഒരു നടപടിയും അങ്കിത്തിനെതിരെ ഉണ്ടായിട്ടില്ല. നടപടി ആഴ്ച ഒന്നിനുള്ളിൽ റിപ്പോർട്ട് വരുന്ന മുഖ്യമന്ത്രി പറഞ്ഞേ. ഇപ്പോൾ 5ാമത്തെ മാസമാണ്. നിങ്ങളിത് ആരെയാണ് പറ്റിക്കുന്നത് ശ്രീ അസ്കർ? ആരെ പറ്റിക്കുകയാണ് നിങ്ങൾ? പൂരം കേരളത്തിന്റെ
സാംസ്കാരിക മഹോത്സവമാണ്. ഒരുപക്ഷെ കേരളം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്ന മറ്റൊരു സാംസ്കാരിക പരിപാടി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. തൃശ്ശൂർ പൂരത്തെ അത്ര അധികം കേരളത്തിലെ മുഴുവൻ ആളുകളും അങ്ങനെ നെഞ്ചിലേറ്റിയിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും തൃശ്ശൂർ പൂരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് മലയാളി കേൾക്കുന്ന ഏറ്റവും വലിയ ക്ഷതം കൂടിയാണ്. ഇവിടെ തൃശ്ശൂർ പൂരത്തിൽ ചില ഘട്ടങ്ങളിൽ ചിലർ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോ CPIയുടെ നേതാവും വി എസ് സുനിൽകുമാറും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുതാപരമായി പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയായി തന്നെയാണ് ഞാൻ കരുതുന്നത്. സാറേ, എപ്പോഴാണ് പരിശോധിക്കേണ്ടത് ഓസ്കർ? ഇതെപ്പോഴാണ് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ രാഷ്ട്രീയ പശ്ചാത്തലം അതിനുണ്ട് എന്ന ആരോപണം ഉണ്ടാകുമ്പോഴാണല്ലോ മുഖ്യമന്ത്രി വന്നിരുന്ന് ഇത് DGP അന്വേഷണം ഏൽപ്പിച്ചു, ഒരാഴ്ചക്കുള്ളിൽ അത് ഗുരുതരമാണ്, ഗൗരവതരമാണ് എന്ന് പറയുന്നു, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ടാണ്? ആ അട്ടിമറിക്ക് പിന്നിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടോ എന്ന പരിശോധനയാണ്. ഒരു പരിശോധനയും ഉണ്ടാവുന്നില്ല. പരിശോധന ഉണ്ടോ ചോദിക്കുമ്പോൾ പാവം സുനിൽകുമാറോട് റിപ്പോർട്ട് കോടതിയിലുണ്ടോ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അസ്കർ, ഈ പൂരം കലക്കിയതേക്കുറിച്ച് അന്വേഷണം കലക്കേണ്ടത് ആരുടെ താല്പര്യമാണ്? അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള നിയമ നടപടി. അത് ആഭ്യന്തര വകുപ്പ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ADGP ആയിട്ടുള്ള ശ്രീ MR അജിത് കുമാറിന് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ സർക്കാരിന് മുന്നിലുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് മേൽ എവിടെയൊക്കെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ ഇല്ല. അഡ്വക്കേറ്റ് BN അസ്കർ, ഒരു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിലില്ല. പോലീസ് ആസ്ഥാനത്തേക്ക് ചോദിക്കുമ്പോൾ ഇത്തരത്തിലൊന്നും ഞങ്ങൾക്കറിവില്ലേ സാറേ എന്നാണ് അവിടുന്ന് ഇടുന്ന RTA മറുപടി. ശരി, തൃശ്ശൂരേക്ക് ചോദിച്ചാലോ ഒരു അന്വേഷണം ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല, അത് കാരണം ഈ പോലീസുകാരൊക്കെ ഇതിൻ പ്രകാരം നടപടിയാണെന്ന് പറയാൻ കഴിയില്ല. അങ്കിത് അശോകനെ അവിടുന്ന് സ്ഥലം മാറ്റി. മാസം 1 പൂർത്തിയാകും മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ ടെക് വിഭാഗത്തിന്റെ SP ആണ് ഈ പറയുന്ന വെറിയൻ പണി കാണിച്ച അങ്കിത് അശോകൻ. അഡ്വക്കേറ്റ് BN അസ്കർ, അപ്പൊ എന്ത് നടപടിയാണ്? എന്ത് ശിക്ഷാ നടപടിയാണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ അയാൾ ജീവിതാവസാനം വരെ പുറത്തു നിൽക്കണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അന്വേഷണം നടക്കും വരെയെങ്കിലും മാറി നിൽക്കണ്ടേ ഹസ്കർ? അന്വേഷണം നടക്കും വരെയെങ്കിലും മാറി നിൽക്കണ്ടേ? അയാൾ അവിടെ തൃശ്ശൂർ പൂരത്തിന് കാണിച്ച തെമ്മാടിപ്പണിയുടെ ക്ഷീണം മാറാൻ ഒരു 2 മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കണ്ടേ അയാൾ? 2 മാസം അതുണ്ടായോ? എന്ത് ശിക്ഷാ നടപടി അങ്കിത്തിനെതിരെ? അല്ലല്ലോ, ഒരു IPS ഓഫീസർക്കെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ അതിന് നിയമപരമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടിയുണ്ട്. സ്വാഭാവികമായും ആ നടപടിയുടെ ഭാഗമായിട്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നത്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തുടർന്ന് മറ്റ് സ്ഥാനങ്ങളിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കടമകൾ നിർവഹിക്കുന്നതിനും കർത്തവ്യം നിർവഹിക്കുന്നതിനുള്ള യാതൊരു നിയമപരമായിട്ടുള്ള തടസ്സവും ഇക്കാര്യത്തിലില്ല. അങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുള്ളത്, അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നു. അദ്ദേഹം ഇനി ജീവിത അവസാനം വരെ ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പോലീസിൽ പണി ചെയ്യാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നിടത്താണ് എന്നൊന്നും വാശി പിടിക്കുന്നില്ല. ഈ പറയുന്ന അട്ടിമണിപ്പണിക്ക് നേതൃത്വം നൽകിയെന്ന ആരോപണം ഉന്നയിക്കുന്ന ആരാണ്? ഭരണപക്ഷ MLA ആണ് കേട്ടോ, പ്രതിപക്ഷം മാത്രമല്ല, സുനിൽകുമാർ മാത്രമല്ല. ഭരണപക്ഷ MLA അവിടെ ഒന്ന് ഉന്നയിക്കുകയാണ്, അട്ടിമണിപ്പണിക്ക് നേതൃത്വം നൽകിയ ആൾ എന്ന് പറയുകയാണ്. അയാളെ മാസം 1 പൂർത്തിയാകും മുമ്പ് അടുത്ത അപ്പോയിന്റ്മെന്റ് ഏൽപ്പിച്ച ആരാ? അന്വേഷണം ഏൽപ്പിച്ചത് ആരെയാ? ഈ പറഞ്ഞ പൂരം കലക്കി എന്ന ആരോപണമുള്ള ADGPയെ. ഞാൻ തിരികെത്താൻ ഇടവേളയ്ക്ക് ശേഷം. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിവിലേക്ക്, ഈ ചർച്ചയിൽ CPM BJP അതിഥികളില്ല. CPM ഈ വിഷയം നേരത്തെ ആളെ വിടുന്നില്ല, ഇന്നിപ്പോൾ BJP ആളെ വിടുന്നില്ല എന്നാണ് അറിയുന്നത്. ശ്രീ സ്വീത് പണിക്കർ, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ചാനൽ ചർച്ചകളിലേക്ക് അവരുടെ അതിഥി വേണ്ടാൻ തീരുമാനിക്കുന്നവർ പ്രതിരോധത്തിലാകുമ്പോഴാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാകുമ്പോഴാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ CPMനും BJPക്കും ഒരേപോലെ ഉത്തരമില്ലാതാവുന്നത്, ഒരേപോലെ രണ്ടുപേരും ചാനൽ പ്രതിനിധികളെ വിടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത്? സ്വീത് പണിക്കർ, താങ്കൾ പറഞ്ഞതുപോലെ പലപ്പോഴും പ്രതിരോധത്തിലാകുന്ന സമയത്തോ കൺവിൻസിംഗ് ആയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിശദീകരണം നൽകാനായിട്ട് സാധ്യമല്ലാതിരിക്കുന്ന സമയത്താണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വക്താക്കളെ ചാനലുകളിലേക്ക് അയക്കാത്തത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും CPMന്റെയും BJPയുടെയും നേരെ ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൺവിൻസിംഗ് ആയിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മറുപടി പറയാനായിട്ട് അവർക്ക് സാധ്യമല്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. ഒരുപക്ഷെ CPM ആ ഒരു കാരണത്താൽ പ്രതിനിധിയെ അയക്കാത്തത് എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. കാരണം അവരാണ് ഭരിക്കുന്നത്, പോലീസ് സംവിധാനത്തിനെ നിയന്ത്രിക്കുന്നത് അവരാണ്. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധിയെ അവർ വിടുന്നതിന് കുറേയധികം തടസ്സങ്ങളുണ്ട്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളുണ്ടാകും.
പക്ഷെ ബി ജെ പി എന്തുകൊണ്ടാണ് ഒരു വക്താവിനെ വിടാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണ് അവർ നേരിടുന്നത്. അല്ലാതെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതോ അന്വേഷണവുമായിട്ട് എന്തെങ്കിലും രീതിയിൽ നേതൃത്വം കൊടുക്കേണ്ടതോ ഒന്നും തന്നെ ബി ജെ പി അല്ല. അപ്പോൾ ബി ജെ പി എന്തുകൊണ്ടാണ് ആ രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് സത്യത്തിൽ എന്നെയും ഞെട്ടിക്കുന്നുണ്ട്. ഞാനിവിടെ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാഷ്മി, ഇത്തവണത്തെ പൂരം അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഇനി ആർക്കും തർക്കമുണ്ടാകേണ്ടുന്ന കാര്യമില്ല. കാരണം അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വിഷയം, ഒരു ഭാഗമല്ല ഈ വീഴ്ച വന്നു എന്ന രീതിയിലത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ ദൃശ്യമാധ്യമങ്ങൾ വഴി തന്നെ കണ്ടിരുന്ന അവിടുത്തെയുള്ള അങ്കിത് അശോക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം ഉണ്ടായിരുന്നു. അവിടേക്ക് കൊണ്ടുപോകുന്ന കുടകളും മറ്റുമൊക്കെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പൂരം ഒരു ഭാഗം നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പോലീസിന്റെ ബലപ്രയോഗം അതിലുണ്ടായിരുന്നു. കുത്തുവിളക്ക് പിടിച്ച ഒരു കഴകക്കാരനെ പോലീസ് മർദ്ദിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. പൂജാരിമാരോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അവസാനം ഈ ഇരുട്ടത്ത് നടത്തേണ്ടിയിരുന്ന വെടിക്കെട്ട് നേരം വെളുത്തതിന് ശേഷം 7 മണിയോ അല്ലെങ്കിൽ 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നടത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒരു ഏകോപനത്തിന്റെ പാളിച്ചയുടെ ഭാഗമായിട്ട് ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റായി പോകാം. നേരെ മറിച്ച് ഇവിടെ ഒരു കൂട്ടം കാര്യങ്ങളാണ് തെറ്റായി പോയിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഒരു സെറ്റ് പാറ്റേണിൽ നടക്കുന്ന കാര്യമാണ്. അതിൽ പുതുതായിട്ട് ഒരു ചടങ്ങില്ല. അതിൽ ഏതെങ്കിലും ഒരു ചടങ്ങിന്റെ ഒരു വേദി പോലും മാറുന്ന ഒരു സാഹചര്യമില്ല. ഏത് സമയത്ത് എവിടെ എത്രത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന ചടങ്ങുകളാണ് എന്നും അതിന് കാണികളായിട്ട് എത്ര പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ദേവസ്വത്തിന്റെ കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങളാണ് മാസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങുന്നതും അതിന്റെ സ്റ്റേക്ക് ഹോൾഡർമാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പലവിധ മീറ്റിങ്ങുകൾ കൂടുന്നതും. എന്നിട്ടും ഈ പൂരം നടക്കുന്ന ദിവസം തുറന്നു കിടക്കേണ്ടുന്ന എന്താണ് ഈ ഗേറ്റുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുക, അടഞ്ഞു കിടക്കേണ്ടുന്ന ഗേറ്റുകൾ തുറന്നു കിടക്കുക, വടം കെട്ടേണ്ട സ്ഥലത്ത് വടം ഇല്ലാതിരിക്കുക, കെട്ടേണ്ടാത്ത സ്ഥലത്ത് വടം കെട്ടുക തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ഒരു പാനിക് ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളത് വ്യക്തം. 2, ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു. ആ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അന്വേഷണം എവിടെ വരെയായി എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന രീതിയിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അന്വേഷണം ഇവിടെ നടക്കാതിരുന്നത് കൊണ്ട് ആർക്കാണ് ഇതിന്റെ ലാഭം? ഇപ്പോൾ CPM പലരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിഷ്യറി ഒരുപക്ഷെ ആ കാര്യത്തിൽ BJP ആണ് എന്നുള്ളതാണ്. പക്ഷെ മുമ്പുണ്ടായിരുന്ന മറ്റു പല കാര്യങ്ങളും അങ്ങനെ അല്ല ഫലത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ശബരിമല വിഷയത്തിലും CPM ഉണ്ടായിരുന്ന ഒരു ആവേശം മൂലമാണ് അത് അത്രത്തോളം കുളമായത്. പക്ഷെ ഇലക്ഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇലക്ഷനിൽ അത് BJPക്ക് ഗുണമുണ്ടായില്ല, നേരെ മറിച്ച് കോൺഗ്രസിനാണ് ഗുണമുണ്ടായത്. അപ്പൊ തൃശ്ശൂരിൽ ഇങ്ങനെ ഇത് പാളിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി BJPക്ക് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുടെ തന്നെ അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ട് അത് കെ മുരളീധരന് ഗുണകരമായിട്ട് മാറുന്നില്ല? എന്തെങ്കിലും രീതിയിലുള്ള അല്ലത് പറയാനുള്ള കാരണം എന്താണ്? ശ്രീത് പണിക്കർ ഇപ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ ഷൊർണൂർ റോഡാവട്ടെ, MG റോഡാവട്ടെ, എല്ലാ റോഡുകളും ആ രാത്രിയാകുമ്പോഴേക്കും ഈച്ചകേറ കോട്ട പോലെ ഒരു ബാരിക്കേഡല്ല 2-3 ബാരിക്കേഡ് വെച്ച് മൊത്തത്തിൽ ബന്ദോബസ്താക്കി. അവിടെ സാധാരണഗതിയിൽ ഈ പൂരം നടത്തി നല്ല ഒന്നാന്തരം പരിചയമുള്ള ഡിവൈഎസ്മാർ അവിടെ ഉണ്ട്. ഒരാൾക്ക് ഈ പറയുന്ന ബാരിക്കേഡ് പോയിന്റുകളിൽ ചാർജ് കൊടുത്തില്ല ഈ അങ്കിത് അശോകനും അജിത് കുമാറും. അതിനുശേഷം അതുവഴി ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ സമയത്ത് സേവാഭാരത് ഒരു ആംബുലൻസിൽ അവിടുത്തെ NDA സ്ഥാനാർത്ഥി സുഖമായി വരുന്നു. ഈ ബാരിക്കേഡുകൾ തുറന്നു കൊടുക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? വത്സൻ തില്ലങ്കേരിക്ക് വേണ്ടിയും B ഗോപാലകൃഷ്ണൻ വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പൂരത്തിന് നടത്തിപ്പുകാരെ പോലും അകത്തേക്കോ പുറത്തേക്കോ ഇവിടെ അങ്കിത് അശോകൻ അവിടെ ഗുണ്ടായുസം കാണിക്കുന്ന സമയത്ത് ഇതൊക്കെ നടന്നു. അതുകൊണ്ടാണ് ഇത് BJPയുടെ പ്ലോട്ടാണോ എന്ന് സംശയം ശ്രീത് പണിക്കർ? അല്ല, ആ സംശയം ജസ്റ്റിഫൈഡ് ആണ്. അതിനകത്ത് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ഇതേപോലെ സമാനമായിട്ടുള്ള സാഹചര്യം ശബരിമലയിലും ഉണ്ടായിരുന്നു. ശബരിമലയിൽ വത്സൻ തില്ലങ്കേരി മൈക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത ശ്രീ ഹാഷ്മി ഓർക്കുന്നുണ്ടാകും. അന്ന് അദ്ദേഹത്തിന് ആ മൈക്കും പബ്ലിക് അഡ്രസ് സിസ്റ്റവും കൊടുത്തത് ആരാണ്? അത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരല്ലേ, ആഭ്യന്തര വകുപ്പല്ലേ? ഇത് അജിത് കുമാർ അവിടെ അല്ല, അതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിന് നേരെ ഒരു ആരോപണം ഇവിടെ നിലനിൽക്കുന്നു. ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ഇത് പൂരം അട്ടിമറിക്കുന്നത് BJPക്ക് ഗുണമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. കോൺഗ്രസ് ആദ്യമേ തന്നെ ആയുധം വെച്ച് കീഴടങ്ങിയ രീതിയിലത്തേക്ക് പറയുകയാണ്. കാരണം ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണം ഒന്നും തന്നെ പോസിറ്റീവായിട്ടുള്ള യാതൊരു നേട്ടവും കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല, നേരെ മറിച്ച് എല്ലാ ഗുണവും ഉണ്ടാകുന്നത് BJPക്കാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ
കോൺഗ്രസിന്റെ അന്നത്തെ പിന്നെ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ ആദ്യം മുതൽ തന്നെ ആവർത്തിച്ചു പറയുന്നത് റിസൾട്ട് വരുന്ന സമയത്ത് BJP സ്ഥാനാർത്ഥി മൂന്നാമതായിരിക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമേ അവിടെ ഇല്ല എന്നായിരുന്നു അവരുടെ ഒരു പക്ഷം. ഞാൻ പറയുന്നത് ഇതിൽ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ടാണ് ശ്രീ സുനിൽകുമാർ ആയിക്കോട്ടെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവരും അഭിപ്രായം പറയുന്നത്. ഞാനൊരു തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്കാണ് ഈ വിഷയത്തിനെ സമീപിക്കുന്നത് എന്ന് ശ്രീ സുനിൽകുമാർ പറയുമ്പോൾ പോലും അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിട്ടും രാഷ്ട്രീയക്കാരനായിട്ടും അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടും തന്നെയാണ് ഈ വിഷയത്തിനെ കാണുന്നത് എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. അതല്ലായിരുന്നുവെങ്കിൽ ഇത്രകാലം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വരുന്ന ആവശ്യമുണ്ടാകുമായിരുന്നു. എന്തോ അല്ല, അതിൽ തെറ്റെന്താണ് ശ്രീ പണിക്കർ എന്ന് പറഞ്ഞാൽ അവിടെ മത്സരിച്ച ആളാണ്, അവിടെ മത്സരിച്ച ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഈ പറയുന്ന പൂരം അലങ്കോലമാക്കൽ മാത്രമല്ല, ഇടതുപക്ഷം വിശ്വാസികളുടെ പൂരം അലങ്കോലമാക്കി എന്ന പ്രചരണം ഉള്ളിൽ വേദനിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കൂടി ഈ അന്വേഷണം നടക്കണം എന്നാഗ്രഹിക്കുന്നത് തെറ്റാണോ? അന്വേഷണ റിപ്പോർട്ട് എവിടെ എന്ന് ചോദിക്കുന്നത് തെറ്റാണോ? അല്ല, സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കോ രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കോ ആ കാര്യത്തിൽ അദ്ദേഹം വേദനിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ തോറ്റ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കല്ല പറയുന്നത്, ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്കാണ് എന്ന അദ്ദേഹത്തിന്റെ വാദമാണ്, എന്റെ വാദമല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ വാദമെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് RTI കൊടുത്തതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം നേരിട്ട് ആരോപണങ്ങൾ ഇതുവരെ പറയാത്തത് എന്താണ് എന്നുള്ളതിനൊരു കാരണമുണ്ട്. അതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള കാരണമാണല്ലോ. ഒരു തൃശ്ശൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ തൃശ്ശൂർക്കാരനല്ല, പക്ഷെ എങ്കിൽ പോലും ഒരു യഥാർത്ഥ തൃശ്ശൂർക്കാരന്റെ വികാരം എന്ന് പറഞ്ഞാൽ അതിൽ ആര് രാഷ്ട്രീയം കളിച്ചു, ആർക്ക് വേണ്ടി കളിച്ചു എന്നുള്ളതല്ല. നേരെ മറിച്ച് അവിടെ ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റവും സുഖകരമായിട്ട് വരുന്ന ആൾക്കാർക്ക് വരെ കൂടുതൽ സൗകര്യങ്ങൾ ഓരോ വർഷവും നൽകിക്കൊണ്ട് ആൾക്കാർക്ക് കൂടി പങ്കെടുക്കാനും കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടുണ്ടായിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവം, ആ ഉത്സവത്തിനെ അലങ്കോലമാക്കി അട്ടിമറിച്ചു എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ശ്രീ സുനിൽകുമാർ എന്ന് പറയുന്ന ആളിനോടുമുണ്ട്. കാരണം അദ്ദേഹം സഖ്യകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. CPM-നോടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ചാനൽ ചർച്ചയിൽ BJP എന്തുകൊണ്ട് പ്രതിനിധികളെ വിട്ടില്ല എന്ന് പറയുമ്പോൾ BJP-യുടെ നേതൃത്വത്തിനോടുമുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം തന്നെ ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിക്കാനുണ്ടാവുമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു വിവരാവകാശ രേഖ സമർപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിലത്തേക്കുള്ള ഒരു മറുപടി ഇത്രയും നേരമായതിനു ശേഷവും ഇവർക്ക് ആർക്കും അഭിപ്രായമില്ലേ? ഈ സർക്കാരിന് അഭിപ്രായമില്ലേ? ഈ പാർട്ടിക്കാർക്ക് അഭിപ്രായമില്ലേ? ഒന്നുമല്ലെങ്കിൽ ഈ ചർച്ചയിൽ ശ്രീ സുനിൽകുമാർ പങ്കെടുത്തല്ലോ, അദ്ദേഹത്തിനോടൊന്ന് ഫോണിൽ വിളിച്ചിട്ട് ആർക്കെങ്കിലും പറയാമല്ലോ, ഇന്നതാണ് ഇതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയാമല്ലോ? ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂരം അട്ടിമറിക്കുകയായിരുന്നുവെന്നും ആ അട്ടിമറിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുമാണ്. അതല്ലായിരുന്നുവെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇനി പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നോ അതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു കണ്ടെത്തൽ ഉണ്ടാവുകയും അത് പുറത്തു വരികയും ചെയ്താൽ അത് ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്നത് ആരെയാണ്? പ്രത്യേകിച്ച് ഇന്നത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു ശരം പോലെ കുറേയധികം ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CPM കൂടുതൽ സമ്മർദ്ദത്തിലാകും. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തിനെ പറ്റി ഇനി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അവിടെയുമുള്ള പ്രശ്നം ഈ സുനിൽകുമാർ അന്ന് ആ രാത്രി മൂലസ്ഥാനത്ത് നിൽപ്പുണ്ട്. അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ആൾക്കാരുണ്ട്, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ. പ്രശ്നം പരിഹരിക്കാൻ സുനിൽകുമാർ അവിടെ നിന്ന് ചെയ്യാൻ കഴിയാവുന്നതിന് പരമാവധി ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്തെ വിളിക്കുന്നുണ്ട്, അവർ വന്നില്ല, അവരുടെ ഓഫീസിൽ ഇരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? സുരേഷ് ഗോപി വരാൻ കാത്തിരുന്നു. സുരേഷ് ഗോപി വന്നു, കാത്തിരുന്നു, പ്രശ്നം പരിഹാരമായി. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് സുനിൽകുമാറിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഹാഷ്മി, ഒരു സെക്കൻഡ് ഹാഷ്മി, ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ശ്രീ സുനിൽകുമാറിന് പറയുന്നതിൽ പോലും കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹം അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെറ്റ് പാറ്റേണിൽ നടക്കുന്ന ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ചുമതലകൾക്കും കൃത്യമായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ആൾക്കാരുണ്ട്, പോലീസിന്റെ ആൾക്കാരുണ്ട്, സംസ്ഥാനത്തിന്റെ 2-3 മന്ത്രിമാർ ചുമതലയിലുണ്ടായിരുന്നു. ഈ ആൾക്കാർക്കൊക്കെ ഇല്ലാത്ത ഉത്തരവാദിത്തത്തിനെ പറ്റി നമ്മൾ ശ്രീ സുനിൽകുമാറിന് ഒരു ഉത്തരവാദിത്തം അഡീഷണൽ ആയിട്ട് ഉണ്ട് എന്ന് നമ്മൾ അവിടെ സർക്കാർ തന്നെയാണ്. ശരി, അപ്പോഴും ഈ മേളത്തിന്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ എങ്ങനെ നിർദ്ദേശം ഉണ്ടായി? ഈ പറഞ്ഞ വെടിക്കെട്ട് നിർത്തിവെക്കാൻ അല്ലെങ്കിൽ മേളം നിർത്തിവെക്കാൻ ആരോട് എപ്പോൾ പറഞ്ഞു എന്നതിനെ കുറിച്ച് ഇപ്പോഴും ദുരൂഹമാണ്. അറിയണ്ടേ? തൃശ്ശൂരിന് മാത്രമല്ല, അത് രാഷ്ട്രീയ ആരോപണം നമ്മൾ കേരളത്തിനും അറിയണം. മാത്രമല്ല, ശബരിമലയിലെ കാര്യം പറഞ്ഞാൽ ശബരിമലയിൽ ഇത്തരത്തിൽ അന്നും അജിത് കുമാറാണ്, അന്ന് വത്സന്തല്ലങ്കേരി പോകുന്നു. അവിടെ സന്നിധാനത്ത് അവിടെ എന്താണ് വിഗ്രഹം ഇരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കരുത് എന്നുള്ളതാണ് അവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന ആചാരം. അവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ മൈക്കിൽ സംസാരിക്കുന്നു. അതിനെ സുവർണാവസരം എന്ന് പറഞ്ഞതൊക്കെ നമുക്കറിയാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ PK ഫെറോസ്, ഇവിടെ CPK അൻവർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. അൻവർ എന്ന് പറയുന്നത് PK ശശി എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണോ എന്ന് സംശയമുണ്ടെന്നാണ് അൻവർ ഇന്ന് കടത്തി പറയുന്ന ആരോപണം. PK ഫെറോസ് PK ശശിക്കെതിരെ പറയുന്നു.
ഈ പറയുന്ന ADGP M.R. അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിം മോഡൽ അധോലോകത്തിന്റെ ആളാണെന്ന് പറയുന്നു, ഇയാൾ കൊല്ലുന്ന ആളാണെന്ന് പറയുന്നു, ഇയാൾ കൊലപാതകയാണെന്ന് പറയുന്നു. അതിനുശേഷം RSSന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ പോയി കണ്ട കാര്യം 16 മാസം ഈ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു എന്ന വാർത്ത വരുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുന്നു. ഇപ്പോഴും ഈ അജിത് കുമാർ ADGP കസേരയിൽ ഒരു പ്രശ്നവുമില്ലാതെ വഴുതക്കാട് വാഴുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് CPK ഫിറോസ് ഈ കേരളത്തിൽ? അതാണ്, അത് കൃത്യമാണല്ലോ. ആരാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സംരക്ഷണം കൊടുക്കുന്നത്, അല്ലാതെ P. ശശിയോ മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംരക്ഷണം കൊടുക്കാതെ അജിത് കുമാറിനെ ആ സീറ്റിൽ ഇരുത്താൻ മറ്റാരും അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇപ്പോൾ ഇവിടെ അഷ്കർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു IPS കാരനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ കുറേ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. കാരണം ഈ തൃശ്ശൂർ പൂരം പോലെയുള്ളൊരു പൂരം, കേരളത്തിൻ്റെ സാംസ്കാരികതയുടെ ഒരു അടയാളമായ പൂരം പോലും കലക്കാൻ വേണ്ടി പോലീസുകാർ കൂട്ടുനിന്നാൽ ആ പോലീസിനെതിരെ നടപടിയെടുക്കാൻ എന്താണ് താമസം? ഇനി പിന്നെ ഒരു അന്വേഷണം ഇല്ലാതെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനാണല്ലോ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. ആ അന്വേഷണമാണല്ലോ പിന്നെ ഇല്ലാതെ ആവിയായി പോയത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം ആശ്മി. എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു, ഒരു മന്ത്രിയുടെ സ്റ്റാഫ് അംഗമായിട്ടുള്ള ഒരാളൊരു പരാതി കൊടുത്തു. ആ പരാതി അഴിമതി ആരോപണമാണ്. ആ ആരോപണത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ പരാതിക്കാരനോട് തെളിവ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. തെളിവ് അയാൾ പത്ര റിപ്പോർട്ടാണ് തെളിവായി കൊടുത്തത്. ആ പത്ര റിപ്പോർട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു തെളിവും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തി ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ CIയെ സസ്പെൻഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ CPMന് അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ചൊരു കേസന്വേഷണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ പൂരം പോലെ ഒരു കേരളത്തിൻ്റെ സാംസ്കാരികതയെ തകർത്ത് കളയാൻ വേണ്ടി പരിശ്രമിച്ച് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തു എന്ന് നമ്മൾ മാത്രമല്ല, ഈ ഭരണകക്ഷിയിൽപ്പെട്ട CPIയും ഭരണകക്ഷിയിലെ മറ്റൊരു MLAയും അടക്കം ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഭവത്തിൽ ഈ നിമിഷം വരെ ആ പോലീസുകാർക്കെതിരെ നടപടിയില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയില്ല. മാത്രമല്ല, ഇന്ന് ഭരണകക്ഷിയിൽപ്പെട്ട MLA PV അൻവർ പറഞ്ഞെന്താണ്? ഈ വിജിലൻസ് അന്വേഷണം ADGPക്കെതിരായി ഒരാഴ്ച മുമ്പ് DGP ശുപാർശ ചെയ്ത വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി പൂഴ്ത്തിവെച്ചു എന്നാണ്. ഇന്ന് ദേശാഭിമാനിയിൽ വാർത്ത ഉണ്ട്, ആശ്മി കണ്ടോന്നറിയില്ല. ആ വാർത്തയിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന വ്യാജ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് എത്തിയപ്പോൾ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തത്, അതിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തതെന്ന് ഇന്നത്തെ ദേശാഭിമാനിയിലെ വാർത്തയാണ്. വാർത്ത വന്നതിന് ഭരണകക്ഷി ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്താൻ 8 ദിവസമാണെങ്കിൽ ഈ പരാതി തനി എഴഞ്ഞെഴിഞ്ഞു പോവുകയാണോ ഫിറോസ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഭരണകക്ഷി MLA തന്നെ പറയുന്നു ഇത് P. ശശി പൂഴ്ത്തി വെച്ചതാണ്. മാത്രമല്ല, ADGP അജിത് കുമാർ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നു, സമാന്തരമായി അന്വേഷണം നടത്തുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പ്രതിപക്ഷമല്ല, ഭരണകക്ഷി MLA ഉന്നയിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ആ ADGPക്കെതിരെ നടപടിയെടുക്കാൻ ഈ സർക്കാരിന് ധൈര്യമില്ലാത്തത്? അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ചില ഡീലുകളുണ്ട്. ആ ഡീലാണ് ഈ അജിത് കുമാറിന് സംരക്ഷണം കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഡീലിൻ്റെ ഗുണഭോക്താവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. അതുകൊണ്ടാണ് ADGPക്കെതിരെ ഒരു നടപടി പോലും, ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിച്ചിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അതുപോലെ തന്നെ ADGP അജിത് കുമാറിനെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ല, സി പണിക്കർ പറഞ്ഞൊരു മറുപടി CPK ഫിറോസ്, അതായത് ഇവിടെ ശബരിമലയിൽ നടന്ന ഈ പണി അത് മനഃപൂർവ്വം ഉണ്ടായ പണിയാണോ ഇതിന്റെ പശ്ചാത്തലം എന്ന് സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ CPK ഫിറോസ്. ആ പണി അവിടെ ഉണ്ടായി, അവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ പരമാവധി ഉണ്ടായി, ഏതാണ്ട് കലാപസമാന സാഹചര്യം ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായി. അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആണെന്ന് എന്ന് കരുതിയ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല, അത് സുവർണാവസരം ആയി കാണണമെന്ന് പറഞ്ഞ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടിയതാക്കാണ് കോൺഗ്രസിനാണ്. അതുകൊണ്ട് പൂരം അലമ്പാക്കിയാൽ അതിൻ്റെ ഗുണം BJPക്കാണോ കോൺഗ്രസിനാണോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നില്ലേ അവിടെ ഫിറോസ്? അല്ലല്ല ആശ്മി, ആര് പറഞ്ഞു BJPക്ക് ഗുണം കിട്ടിയിട്ടില്ല എന്ന്? അതിൻ്റെ തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഷെയറും ആ ശബരിമല ഇഷ്യൂവിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറും ഒന്ന് പരിശോധിക്ക്. BJPക്ക് എത്ര ലക്ഷം വോട്ടാണ് വർദ്ധിച്ചത്? BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കേരളത്തിൻ്റെ ഭാഗ്യം. പക്ഷേ ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJPക്ക് വലിയ തോതിൽ കേരളത്തിൽ വോട്ട് ഷെയർ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശബരിമല ഇഷ്യൂവിൽ ഏറ്റവും ശക്തമായ നിലപാട് യു ഡി എഫ് സ്വീകരിച്ചതുകൊണ്ട് യഥാർത്ഥ ഭക്തർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതിൻ്റെ ഗുണം യു ഡി എഫിന് കിട്ടി. പക്ഷേ ബി ജെ പിക്ക് തീരെ കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഈ പ്ലോട്ട് വളരെ കൃത്യമായത്. തൃശ്ശൂർ പൂരം വളരെ കൃത്യമായി കലക്കുന്നതിൻ്റെ പ്ലോട്ട് ആസൂത്രണം വളരെ കറക്റ്റായിരുന്നു. കാരണം മറ്റാർക്കും എത്താൻ കഴിയാത്ത സ്ഥലത്തേക്ക് സുരേഷ് ഗോപി സേവാഭാരതിയുടെ വാഹനത്തിലെത്തുന്നു, അത് സെറ്റിൽ ചെയ്യുന്നു. എത്ര മികവിലാണ് ആ പ്ലോട്ട് അവർ നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ആസൂത്രണത്തിലെ പോരായ്മ കൂടി പരിഹരിച്ചുകൊണ്ടാണ് പൂരം കലക്കാൻ വേണ്ടി ബി ജെ പിയും സി പി എമ്മും തയ്യാറായത്. ഈ ചർച്ചയിൽ വരാത്തത് പോലും സി പി എമ്മും ബി ജെ പി പരസ്പരം ആലോചിച്ചിട്ടാണ്. കാരണം സി പി എം കൊടുത്ത വാഗ്ദാനം ബി ജെ പി പാലിച്ചു, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി. അതിനെ തുടർന്ന് അവർക്ക് തിരിച്ചൊരു സി പി എമ്മിന് കൊടുത്ത വാഗ്ദാനം അവർ നടപ്പിലാക്കി. മുഖ്യമന്ത്രിക്കെതിരായി അവരുടെ കുടുംബത്തിനെതിരായി ഒരു അന്വേഷണം നടക്കുന്നില്ല. അവർ രണ്ടുപേരും ഗുണഭോക്താക്കളാണ്. പണിക്കർ പറഞ്ഞതുപോലെയല്ല, അതിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി മാത്രമല്ല, ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ ഈ പൂരം കലക്കലിൽ ബെനിഫിഷ്യറിയാണ്. അതുകൊണ്ട് അവർ പരസ്പരം ആലോചിച്ചിട്ടാണ് ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹസ്കർ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മതേതരം എന്നെപ്പോഴും കരുതലോടെ താലോലിക്കുന്ന കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തി വോട്ട് തടുത്തു കൂട്ടാൻ നീക്കമുണ്ടായി എന്ന് സംശയിക്കുന്നത് പി കെ ഫിറോസിന്റെ പ്രതിപക്ഷം മാത്രമല്ല, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. അത് ചെയ്തയാൾ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്നു. RSSന്റെ മേധാവിമാരുമായി പോയി കൂടിക്കാഴ്ച നടത്തിയ കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് എന്തിനാണ് ആ മണിക്കൂറുകൾ നീണ്ട ചർച്ച എന്നിപ്പോഴും അന്തരീക്ഷത്തിൽ ഈ പറയുന്ന പ്രഹേളിക പോലെ നിൽക്കുന്ന, ഉത്തരമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലും ADGP ആ സ്ഥാനത്തിരിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് BN അസ്കർ ഇന്നലെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ? എന്തിനായിരുന്നു പ്രഖ്യാപിച്ചത്? ഈ പറഞ്ഞ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആൾക്കെതിരായ കേസ് അട്ടിമറിക്കാൻ, ചില വകുപ്പുകൾ ഒഴിവാക്കി കൊടുക്കാൻ ഇയാൾ പണം വാങ്ങി സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം അന്വേഷിക്കുകയാണ്. അപ്പോഴും ADGP അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ അവിടെ ഇരിക്കുന്നു. അയാൾ കുറച്ചുകൂടെ അവധിയിൽ പോയി, അവധി വെട്ടിച്ചുരുക്കി വെല്ലുവിളിച്ച് തിരിച്ചെത്തി. എവിടെയാണെന്ന് അജിത് കുമാറിന് കിട്ടുന്ന ഈ ധൈര്യം? ശശിയാണോ പിണറായി ആണോ? BN അസ്കർ, ഇതില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന ചില ഇടപെടലുകൾക്കപ്പുറം ഇതില് നാം കാണേണ്ടത് ഒരു രാഷ്ട്രീയ ധാർഷ്ട്യത്തിന്റെ കൂടി പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ ഇടതു നേതാക്കന്മാർക്കും CPM നേതാക്കന്മാർക്കും നൽകിയിട്ടുള്ള ചില ധാർഷ്ട്യത്തിന്റെ പങ്ക് കൂടി ഇക്കാര്യത്തിലുണ്ട് എന്ന് വേണം ഞാൻ കരുതുന്നത്. കാരണം ഒരു ക്രൈം ADGPയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് CPI അടക്കമുള്ള ബഹുഭൂരിപക്ഷം ഘടകകക്ഷികളും ആവശ്യപ്പെട്ട ഇടതുമുന്നണിയിൽ അത് മാറ്റി നിർത്തുന്നതിനുള്ള ധൈര്യം കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിനുള്ള ആർജവം കാണിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ കാലതാമസം പറഞ്ഞ് വൈകിപ്പിക്കുക എന്നത് ഒരു തരത്തിലും ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു ഭരണകൂടത്തിന് ചേർന്നതല്ല, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ചേർന്നതല്ല എന്ന് പല കോണുകളിൽ നിന്നും ആക്ഷേപം ഉണ്ടായിട്ടും നിലവിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് സാമാന്യ നീതിയുടെ ലംഘനം ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു തത്വം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഇയാളെ പുറത്താക്കണം അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നൊന്നും പറയുന്നില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഏതു സമയം ഒരൊറ്റ ഉത്തരവിൽ കൂടി നടപ്പാക്കാവുന്ന അതേ ബറ്റാലിയൻ DGP ആണ് അല്ലേ? ഈ പറഞ്ഞ ക്രമസമാധാനം എന്ന് പറയുന്ന നിർണായക പോർട്ട്ഫോളിയോ ചുമതല സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. കാര്യം അത് അയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണ്. അതുപോലും ഉണ്ടാവാതിരിക്കുന്ന ശ്രീ BN അസ്കർ, താങ്കൾ ധാർഷ്ട്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? പോട്ടെ, പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു നിൽക്കട്ടെ. TP രാമകൃഷ്ണനെ പോലെ LDFന് കൺവീനറായ ഒരു പരമസാത്വികനായ മനുഷ്യൻ ഇന്നലെയും പറയുകയാണ് RSSുമായി കൂടിക്കാഴ്ച നടത്തൽ പ്രശ്നമല്ല, അവിടെ പോയി സംസാരിക്കുന്നതാണ് പ്രശ്നം. സംഘപരിവാരത്താർ കൊല ചെയ്യപ്പെട്ട ഒരുപടി രക്തസാക്ഷികളുള്ള പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് RSSുമായി കൂടിക്കാഴ്ച നടത്തൽ പ്രശ്നമല്ല. എന്തൊരു രാഷ്ട്രീയ ശൂന്യതയാണ് ശ്രീ അസ്കർ. അല്ല ഹാഷ്മി, ഇതില് ഇപ്പോ ഒരു പക്ഷേ CPMന്റെ പല നേതാക്കന്മാരും ചെന്നെത്തിയിരിക്കുന്ന ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് CPM നേതാക്കന്മാർ തയ്യാറാകണം, അല്ലെങ്കിൽ CPM നേതൃത്വം ഇക്കാര്യത്തിൽ തയ്യാറാകണം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പാർട്ടി നേരിടുന്ന കർത്തവ്യമെന്ന് ഞാൻ കരുതുന്നു. കാരണം സമ്മേളന കാലമാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ആർജവം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയം എല്ലാ കാലത്തും തീരുമാനിക്കപ്പെട്ടുള്ളത് സമ്മേളനങ്ങളിലൂടെയാണ്. ആ സമ്മേളനത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇടതുപക്ഷവും CPM ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്മേളന കാലയളവിൽ ഇത്തരം ചർച്ചകൾ, ഇത്തരം ആർജവമുള്ള ചോദ്യങ്ങൾ സമ്മേളനങ്ങൾ ഉയർന്നു വരണം. അത് ഉയർന്നു വരാതിരിക്കുന്നിടത്തോളം കാലം, കാരണം 88.89% CPM അംഗങ്ങളും കഴിഞ്ഞ 5 വർഷങ്ങളിൽ അല്ലെങ്കിൽ 8 വർഷങ്ങൾക്കുള്ളിൽ CPMൽ അംഗത്വം എടുത്തിട്ടുണ്ട് എന്ന് ഒരു കണക്കുകൾ നമുക്ക് മുന്നിലെത്തുമ്പോൾ അതൊരു ബീഭത്സമായിട്ടുള്ള കണക്കായിട്ടാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ അത്തരം രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ള ഒരു കേഡർ അല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക്
CPM മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. അപ്പൊ അത് സ്വാഭാവികമായി നേതൃത്വത്തെയും അത്തരം ജീർണതകൾ ബാധിച്ചിട്ടുണ്ട്. ആ നേതൃത്വ ജീർണതകളുടെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ TPയെ പോലുള്ള അങ്ങ് പറയുന്നത് പോലെ പരമസാത്വികനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഒരുപക്ഷെ ഇത്തരം ന്യായീകരണത്തിലേക്ക് എത്തേണ്ട സാഹചര്യം. ഗതികേടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഗതികേടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുന്നത്. ഇപ്പോൾ അൻവർ പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ വ്യക്തിപരമായി പോയി നമ്മുടെ ഇൻട്രോയിലൊക്കെ ഈ പോക്ക് ശരിയല്ല, ഇത് ബംഗാൾ വഴിയാണ് എന്ന് പറയുന്നത് സ്നേഹബുദ്ധിയാ പറയുന്നതാണ്. ഇത് ഇല്ലാതായി പോരുന്ന ആഗ്രഹത്തിൽ പറയുന്നത്. അന്ന് എല്ലാവരുടെ വട്ടം കൂടിയിട്ട് വെട്ടുക, ഈ പറയുന്ന പോലെ മാപ്ര എന്ന് വിളിക്കുക, ഇടതുവിരുദ്ധരെന്ന് അധിക്ഷേപിക്കുക, തേജോവധം ചെയ്യുക. അങ്ങക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ നാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ വെറുതെ വെറുതെ ഒരു ഇടതുപക്ഷ വിരുദ്ധത പറഞ്ഞാലെന്ന് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. താങ്ക് യു. ഞാൻ തിരികെ എത്തും ശ്രീത് പണിക്കറിലെ കണ്ട ഇടവേളയ്ക്ക് ശേഷം. ശ്രീത് പണിക്കർ, ഇന്ന് PVN ഒരിടത്ത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൊളിറ്റിക്കൽ ടാർഗറ്റ് ഉണ്ടെന്നാണ്. വേറൊരിടത്ത് പറയുന്നത് അദ്ദേഹം ചാരനാണോ എന്ന് അന്വേഷിക്കണമെന്നാണ്. PVN പരോക്ഷമായി പറയുന്നത് സംസ്ഥാന സമിതി അംഗമായിരിക്കുന്ന PVN ഈ പറഞ്ഞ P ശശി RSSന്റെ ഏജന്റാണെന്ന് പരോക്ഷമായി പറയുകയാണ്. ശ്രീത് പണിക്കർ, CPMന്റെ സംസ്ഥാന സമിതി അംഗത്തെപ്പറ്റി ഇന്നേ വരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ വെട്ടുകിളി കൂട്ടത്തിന്റെ ആക്രമണം കേൾക്കാതെ പോയിട്ടുണ്ടോ? അൻവറിനെതിരെ ആരും ഒന്നും മിണ്ടുന്നില്ല. ആരെങ്കിലും അൻവർ പറഞ്ഞ് തെറ്റാണ് എന്ന് പോലും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നും പറയുന്നില്ല. ADGP അവിടെയും ഇരിക്കുന്നു. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ശ്രീത് പണിക്കർ, CPM അതിന്റെ സമീപകാല ഭാവിയിൽ ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിൽ ഇറങ്ങി നിന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അൻവറിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഉണ്ടാകുന്നതും അൻവറിന് പിന്നിൽ അൻവർ തന്നെയാണ് എന്നും ദൈവമാണ് എന്നുമൊക്കെയുള്ള പല വേർഷൻസ് ഉണ്ടാകുന്നതും. നമുക്കറിയാമല്ലോ, ഒരുപക്ഷെ കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ പോലും ഉയർത്തിയിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളാണ് ഒരുപക്ഷെ ശ്രീ അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിന്റെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിൽ യാതൊരു വിധത്തിലുള്ള അന്വേഷണത്തിനും സർക്കാർ തയ്യാറല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലത്തേക്കുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം മുൻനിർത്തിയിട്ട് BJPക്ക് വേണ്ടിയിട്ട് CPM ഇതിൽ ഒരു അട്ടിമറി ശ്രമം നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാൾക്കാർക്കും ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ഇപ്പൊ BJP ബെനിഫിഷ്യറി ആകുന്നത് എന്ത് രീതിയിലാണ്? നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സീറ്റ് അവർക്ക് കിട്ടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. CPMന് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലത്തേക്ക് ഒരു തീരുമാനമെടുത്ത് ഇത് BJPക്ക് വേണ്ടിയിട്ട് അട്ടിമറിച്ചു കൊടുത്താൽ CPMന് കിട്ടുന്ന നേട്ടം എന്താണ്? കേസുമായി ബന്ധപ്പെട്ട് അത് പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടും കേസുകൾ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു വരവായിരുന്നു ആ സ്വർണ്ണക്കടത്തിൽ 8-9 അന്വേഷണ ഏജൻസികൾ. എന്തെങ്കിലും എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ? SFIO കേട്ടു, എന്തെങ്കിലും എവിടെയെങ്കിലും ഇപ്പോൾ കേൾക്കാനുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഹാഷ്മി, സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടാകുന്നത് 2020-ലും കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021-ലുമാണ്. വർദ്ധിത വീര്യത്തോടു കൂടി കോൺഗ്രസ് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021-ലേത്. 2020 ജൂണിലോ ജൂലൈയിലോ ആയിരുന്നല്ലോ ഈ സ്വർണ്ണക്കടത്തുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് സമയം. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഡീലുകളോ നെഗോസിയേഷൻസോ ഒക്കെ നടത്താൻ അങ്ങനെ ആയിരുന്നുവെങ്കിൽ CPMനും BJPക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടായോ? ഇനി ആ സമയത്തെല്ലാം ഇപ്പൊ നമ്മൾ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയമാണ് പറയുന്നത് എങ്കിൽ 2024 ജനുവരി മുതലുള്ള സമയമാണല്ലോ നമ്മൾ ഇതിനെ പരിഗണിക്കുക. കഴിഞ്ഞ 4 വർഷത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ പുറത്ത് നമ്മൾ പറയുന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ട് മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയോ ചോദ്യം ചെയ്യാനുള്ള മതിയായ കാരണം ഉണ്ട് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ഏജൻസി, പല അന്വേഷണ ഏജൻസികളുണ്ടോ, അവരാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അപ്പൊ എന്ത് തരത്തിലുള്ള ഒരു ഡീൽ ഉണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയും? 4 വർഷം കഴിഞ്ഞതിന് ശേഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സീറ്റ് തരാം. അത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, നമ്മളത് പറയുമ്പോൾ ശ്രീ സുരേഷ് ഗോപി സ്വന്തം നിലയ്ക്ക് ജയിക്കാനാവാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലത്തേക്ക് കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന സമയത്ത് കേരളത്തിൽ BJPക്ക് വളരെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന 2 സീറ്റുകളും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പറയപ്പെട്ടതും സുരേഷ് ഗോപിയാണ്. അതായത് പൂരത്തിന്റെ വിഷയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ ജയിപ്പിച്ചിരിക്കുന്നത് പൂരം അലങ്കോലപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. നേരെ മറിച്ച് പരോക്ഷമായിട്ട് ആ രീതിയിലത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടാകാമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അല്ല, അതിനു മുമ്പ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ പറയുന്നത് ക്രെഡിബിൾ എടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഈ പറയുന്ന ആ കൂടിക്കാഴ്ച വേദികളിലൊക്കെ ഈ മഹാനും കൂടെ ഉണ്ടല്ലോ. അയാൾ പറയുകയാണ് ഈ പറയുന്ന ഡീലിന് വേണ്ടിയാണ് ജാവ്ദേക്കർ EP ജയരാജനെ പോയി കണ്ടത്. ജാവ്ദേക്കർ ജയരാജനെ പോയി കണ്ടു. അതിൻ്റെ പേരിൽ EP ജയരാജന് LDF സ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോഴും BJP പറയുന്നില്ല ജാവ്ദേക്കർ പോയി കണ്ടത് എന്തിനാണെന്ന്. RSS ഈ പറയുന്ന ADGPയുടെ കൂടിക്കാഴ്ച ആദ്യം
PN ഈശ്വരൻ എന്ന് പറയുന്ന അവരുടെ പ്രാന്ത പ്രധാനപ്പെട്ട ആൾ അത് പൂർണ്ണമായി അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടേ ഇല്ലെന്ന് ആദ്യം മറച്ചു വെച്ചു, പിന്നീട് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. അപ്പോൾ എന്തിനാണ് നീ ഒളിച്ചു വെക്കൽ? അത് ക്ലാരിറ്റിയോടെ ജാവദേക്കർക്ക് പറഞ്ഞുകൂടെ എന്തിനാണ് പോയി കണ്ടതെന്ന്? ക്ലാരിറ്റിയോടെ RSSന് പറഞ്ഞുകൂടെ എന്തിനാണ് ADGP വന്നതെന്ന്? അല്ല, ഇവർക്കെല്ലാം പറയാം. ഞാൻ പറയുന്നത് ഇതുകൊണ്ട് പ്രത്യക്ഷത്തിൽ എന്ത് ബെനിഫിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ കാണണം. ഞാൻ പറഞ്ഞത് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ BJP ഇതിന് മറുപടി പറയേണ്ടതാണ്, ജാവദേക്കർ പറയേണ്ടതാണ്, CPM പറയേണ്ടതാണ് എന്നതിനൊക്കെ ഒപ്പമാണ് ഞാൻ പറയുന്നത് പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ബെനിഫിറ്റ്സ് എന്താണ്, ഇതിൽ ആരൊക്കെയാണ് ബെനിഫിഷ്യറി. നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയല്ല, ഒരു പാർട്ടി തന്നെ അവിടെ ചെയ്യുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ചോദ്യം വരണം. ഇന്നേ വരെ നമുക്ക് ഈ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഡയറക്റ്റ് ഒരു ചോദ്യം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മറ്റൊരു രീതിയിലും നമ്മൾ ഇതിനെ കാണുന്നില്ല. ആരോപണങ്ങൾ പറയുന്നത് ആരൊക്കെയാണ്? ആരോപണങ്ങൾ പറയുന്നതിനകത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ ചുറ്റിപ്പറ്റി പറയുന്നത് അൻവറിനെ പോലെയുള്ള ആൾക്കാരോ CPI പോലെയുള്ള കക്ഷികളിൽ നിന്നുള്ള ആൾക്കാരാണ്. മറ്റുള്ള ആൾക്കാർ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആ കാര്യത്തിൽ CPM-ന് ഉണ്ട് എന്ന് CPM-ന്റെ പ്രവർത്തകർ തന്നെ അസ്യൂം ചെയ്യുന്നുവെന്നാണ്. ഇനി നേരത്തെ ചോദിച്ചിരുന്ന ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ശ്രീ PK ഫിറോസിന്റെ പ്രതികരണം ശരിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കൂ, BJPക്ക് 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് വളരെ വലിയ രീതിയിലുള്ള വോട്ട് വർധന ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം അവർക്കതിൽ ഗുണമുണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത്. ശ്രീ PK ഫിറോസ് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ, BJPക്ക് 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള വർധന ഏതാണ്ട് 2.5% വോട്ടുകളാണ്. അവരുടെ മുന്നണി മൊത്തത്തിൽ നോക്കിയാൽ പോലും 4.8%, അതായത് 5% താഴെ വർധനയാണ് ഉണ്ടായത് എങ്കിൽ കോൺഗ്രസിനുണ്ടായ വർധന കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് 6.5% വോട്ട് വർധനയും മുന്നണിക്ക് മൊത്തത്തിൽ 5.5%. അപ്പൊ 2.5% കിട്ടിയിരിക്കുന്ന BJPക്കാണോ 6.5% കിട്ടിയിരിക്കുന്ന കോൺഗ്രസിനാണോ ശബരിമല വിഷയം പോസിറ്റീവായിട്ട് ബാധിച്ചത് എന്നുള്ളത് ആ പെർസെന്റേജിലും ഉണ്ട്, അതേപോലെ തന്നെ വോട്ട് വർധനയിലുണ്ട്, അതേപോലെ തന്നെ അവിടെയുള്ള സീറ്റിന്റെ കണക്കാക്കിയത് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. അതിന് സുവർണാവസരം അതായില്ല എന്നുള്ളത് അവരുടെ ഗതികേട്. ശരി, ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം ഫിറോസിലേക്കാണ്. ശ്രീ PK ഫിറോസ്, ഇപ്പോൾ PV അൻവർ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ എതിർച്ചേരിയിലാണെങ്കിലും ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടയില്ല വെടി പോലെ ആകാശത്തേക്ക് വെക്കുന്നതല്ല അൻവർ എന്നുള്ള ഒരു MLA എന്നുള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് സ്വന്തമായ അന്വേഷണ സംഘം ഇല്ലാത്ത അൻവർ അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് വെക്കാവുന്ന തെളിവുകൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഈ പറഞ്ഞ മാമി തിരോധാനത്തിലടക്കം, ഈ പറയുന്ന ഷാജൻ സ്കറിയ കേസിലടക്കം. ശ്രീ PK ഫിറോസ്, അതായത് രാഷ്ട്രീയം പോട്ടെ, ഇതിൽ RSS CPM ഡീലുണ്ടോ എന്ന് പോട്ടെ, മുഖ്യമന്ത്രിക്ക് പേടിയുണ്ടോ എന്നതൊക്കെ പോട്ടെ, നമ്മുടെ നാടിൻ്റെ ക്രമസമാധാന ചുമതല പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ആണ് അയാൾ. അതായത് എൻ്റെയും PK ഫിറോസിൻ്റെയും ഹസ്കറിൻ്റെയും ഷീത് പണിക്കറിൻ്റെയും ക്രമസമാധാനം നോക്കേണ്ട ആളാണ്. അൻവർ പറയും മട്ടിൽ ഇത്രത്തോളം കൊടിയ ഭീകരവാദിയാണെങ്കിൽ ആ സ്ഥാനത്തിരിക്കൽ ടാക്സ് കൊടുക്കുന്ന എനിക്കും അങ്ങയുടെയും അവകാശ ലംഘനമല്ലേ ശ്രീ PK ഫിറോസ്? തീർച്ചയായിട്ടും ആശ്മി, തീർച്ചയായിട്ടും. അതിനു മുമ്പ് അതിലേക്ക് വരുന്നതിന് ഒറ്റ മുമ്പ് പിന്നെ പണിക്കർ പറഞ്ഞൊരു കാര്യം, ഈ BJPക്ക് വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിച്ചിട്ടില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ശബരിമല ആണല്ലോ അന്നത്തെ സമരത്തിൻ്റെ കേന്ദ്രം. ശബരിമല ഉൾപ്പെടുന്ന അന്നത്തെ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 2014 ഇലക്ഷനിൽ MT രമേശാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് അന്ന് കിട്ടിയ വോട്ട് 1,38,000 വോട്ടാണ്. എന്നാൽ 2019 ഈ ശബരിമല ഇഷ്യൂവിന് ശേഷം BJPക്ക് കിട്ടിയ വോട്ട്, K സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹമായിരുന്നു ആ സമരത്തിൻ്റെ നേതാവ്. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതും അന്നുണ്ടായ നാടകങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 2,97,000 വോട്ടാണ്. ഏതാണ്ട് 1,60,000 വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ 13.5% വോട്ട് ഷെയർ അവിടെ വർദ്ധിച്ചത്. മാത്രമല്ല, അവിടെ ജയിച്ച ആൻ്റണിയുമായിട്ടുള്ള വോട്ട് വ്യത്യാസം, സുരേന്ദ്രനും ജയിച്ച ആൻ്റണിയായിട്ടുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് വെറും 80,000 വോട്ടാണ്. ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ 80,000 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് അന്ന് അവിടെ ആൻ്റണി ജയിച്ചത്. അതുകൊണ്ട് BJPക്ക് ഗുണമുണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. BJPക്ക് ജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ശബരിമല വിഷയം എന്നത് പത്തനംതിട്ട മണ്ഡലത്തിന്റെ വിഷയമായിരുന്നു. പിന്നെ ആശ്മി പറഞ്ഞ കാര്യം, ഇവിടെ എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം കൊടുത്ത ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹം കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, അദ്ദേഹം കൊല്ലിക്കുന്നു, സ്വർണ്ണക്കടത്ത് നടത്തുന്നു, സ്വർണം പിടിച്ചിട്ട് അതിൻ്റെ പകുതി അദ്ദേഹം പോക്കറ്റിലിടുന്നു, അദ്ദേഹം കൊട്ടാര സമാനമായ വീട് വെക്കുന്നു, അഴിമതി നടത്തുന്നു, എന്തെല്ലാം ആരോപണങ്ങൾ തെളിവ് സഹിതം ഒരു ഭരണകക്ഷിയിലെ MLA ഉന്നയിച്ചിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. ADGP കസേരയിൽ അമർന്നിരിക്കുന്നു അജിത് കുമാർ. നാളെ മുഖ്യമന്ത്രി ഈ ആരോപണങ്ങളൊക്കെ ശേഷം ഇതാദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ചോദ്യങ്ങളുണ്ടാകും. എന്താണ് മുഖ്യമന്ത്രി നാളെ പറയുക എന്ന് കാത്തിരുന്നു തന്നെ കാണാം. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി പ്രൈം ടൈം വിത്ത് SKN കാണാം. ഗുഡ് നൈറ്റ്.